2025 നീറ്റ് എക്സാമിന് ഇനി ഏകദേശം 100 ദിവസങ്ങൾ കൂടി മാത്രം. നീറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ കൃത്യതയോടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഏതൊരു വിദ്യാർത്ഥിക്കും ഇനിയുള്ള 100 ദിവസങ്ങൾ എങ്ങനെ ഫിസിക്സ് പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഇതിനുള്ള ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായി ബെർലിനിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അതിപ്രഗത്ഭരായ അധ്യാപകർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ചന്ദ്രലാൽ സാറും ജോബിൻസ് ആന്റണി സാറും ഉല്ലാസ് സാറും നമ്മോടൊപ്പം ഉണ്ട്. സാർ, ഞാൻ ആദ്യമേ എല്ലാവരെയും നിങ്ങളെ ഈ ഒരു ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, ഏകദേശം ഇനി 100 ദിവസങ്ങൾ മാത്രമുണ്ട്. ഞാൻ ആദ്യത്തെ ചോദ്യം 2 കാറ്റഗറി വിദ്യാർത്ഥികളെ മനസ്സിൽ കണ്ട് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാറ്റഗറി ഉണ്ട്, അതായത് ഒരു ആവറേജ് കാറ്റഗറിയാണ്. ഫിസിക്സിനെ ഇച്ചിരി ഡിഫിക്കൽറ്റിയോടെ കാണുന്നു. അവര് ഫിസിക്സ് കഴിവതും എല്ലാം പഠിച്ചെടുക്കുക ഇച്ചിരി പ്രാക്ടിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാൽ കഴിവതും ഫിസിക്സ് പഠിച്ചെടുക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ശ്രദ്ധിക്കണം? അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം എക്സെപ്ഷണലി നല്ല രീതിയിൽ നിൽക്കുന്ന, അതായത് ഏറ്റവും കോമ്പീറ്റന്റ് ആയ വിദ്യാർത്ഥികളുണ്ട്. ഇവർ രണ്ടും ഒരേ രീതിയിലാണോ ഫിസിക്സിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അതോ ഏതൊക്കെയാണ് അവർ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീസ്? സാറേ, അതിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ചില കുട്ടികൾ ആവറേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്കുള്ളൊരു ഫെമിലിയാരിറ്റി കുറവ് മാത്രമാണ്. അതുകൊണ്ടാണ് അവർ ആവറേജ് ആയി പോകുന്നതിന് ഒരു കാരണം. പിന്നെ ചിലപ്പോൾ കുറച്ച് സ്പീഡിലൊക്കെ പ്രോബ്ലം ചെയ്യാനുള്ള ആ ഒരു കഴിവ് അല്പം കുറവായിരിക്കും. അതവരൊത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ, എന്നാലും അങ്ങനെ ഉണ്ടാവും. എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികൾ ഒരുപക്ഷെ നേരത്തെ തന്നെ കുറച്ചൊക്കെ പഠിച്ച് വന്നിട്ടുള്ളവരായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഫെമിലിയാരിറ്റി കൂടുതൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്കില്ല്, അല്ല സാർ, പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ലും കുറച്ച് കൂടുതലായിരിക്കാം, സ്പീഡ് കൂടുതലായിരിക്കും. പക്ഷെ രണ്ടുപേരും അവരുടെ ഒരു ഫൈനൽ പ്രിപ്പറേഷനകത്ത് ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് അവരുടെ സ്ട്രാറ്റജി അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടി എന്ന് നമ്മൾ പറയുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ അവർ ആവറേജ് അല്ല, അവർ എബോ ആവറേജ് ആണ് അവർ കിട്ടുന്നത് തന്നെ വരുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരീക്ഷയ്ക്ക് അവർക്കൊരു 720, ഇപ്പോൾ നമ്മളിപ്പോൾ മോഡൽ എക്സാംസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 720 ആണ് മാർക്കെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു 500 to 550 ഒക്കെ ആയിരിക്കും ഇപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. സാർ പറയുന്ന എക്സെപ്ഷണൽ കാറ്റഗറിയിലുള്ള കുട്ടികൾ ചിലപ്പോൾ 700 or 675 എബോ സ്കോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ 675, 700 എബോ സ്കോർ ചെയ്യുന്ന കുട്ടികൾ അവർക്ക് 720 എത്താൻ കാലിബറുള്ള കുട്ടികളായിരിക്കും അവർ. ഒരുപക്ഷെ അവർ ഏറ്റവും വരുന്നത് സില്ലി മിസ്റ്റേക്സ് ആയിരിക്കും. അതായത് അവർക്കത് അറിയാം. ഒരുപക്ഷെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത് ഞാൻ നേരത്തെ കണ്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ, അതിന്റെ ആൻസർ ഇതല്ലേ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ നമ്മൾ കണ്ട അതേ പാറ്റേൺ ആയിരിക്കും. അപ്പൊ അവരെന്ത് വിചാരിക്കുക, നമ്മൾ ഓൾറെഡി കണ്ട കാര്യം തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും കുട്ടികൾ മിസ്റ്റേക്ക് വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നു കുട്ടികൾ പലപ്പോഴും പറയുന്നത് എക്സാം ഹാളിന് വെളിയിൽ ചെന്ന് അവർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അവർക്കറിയാം ഒരു 90% ക്വസ്റ്റ്യൻസും ഈ 500 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് പോലും ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് എക്സാം ഹാളിന് വെളിയിൽ ചെല്ലുമ്പോൾ അവർക്ക് നോക്കുമ്പോഴേ ആൻസർ കിട്ടുമെന്നാണ് പല കുട്ടികളും പറയാറ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ എക്സാം ഹാളിൽ എക്സാം എഴുതുന്ന സമയത്ത് നോർമലി നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ പറ്റും, അല്ലേ സാറേ? പിന്നെ ഈ വെൽ പ്രിപ്പയർഡ് സ്റ്റുഡൻസ് മിക്കവാറും എളുപ്പമുള്ള എക്സാമിലായിരിക്കും അവർ കൂടുതൽ മിസ്റ്റേക്സ് വരുന്നത്. അതെല്ലാവരും നമ്മളിവിടെ കണ്ടുവരുന്ന ഒരു ഇതാണ്. അവർ ടഫ് എക്സാം ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എക്സാം എളുപ്പമാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി സാറ് പറഞ്ഞ പോലെ ഫുള്ള് വായിച്ചിട്ട് ചെയ്യുക. ആദ്യം 2-3 വേർഡ് കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് കരുതി അത് ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകരുത്. ഫുൾ ക്വസ്റ്റ്യനും വായിച്ച് മനസ്സിലാക്കി ഒന്നുകൂടെ ആലോചിച്ചിട്ടായി ചെയ്യാം. സാറിന് ഓർമ്മയുണ്ടാവും, നമ്മുടെ ഒരു കഴിഞ്ഞ 2 വർഷം മുമ്പ് കൊറോണ ടൈമിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയൊരു കുട്ടി പറഞ്ഞൊരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. അതായത് സില്ലി മിസ്റ്റേക്സ് പറ്റാനായിട്ട് സാധ്യതയുള്ള കുറെ മേഖലകൾ അത് എഴുതി വെച്ചു. എന്ന് വെച്ചാൽ അവിടെ അതിന് സ്ഥിരം മിസ്റ്റേക്ക് പറ്റും. എന്ന് വെച്ചാൽ എളുപ്പമാണ്, പക്ഷെ അതിനെന്തെങ്കിലും ഒരു കാര്യം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് പ്രൊജക്ടൈൽ മോഷൻ വരുമ്പോൾ തീറ്റ എടുക്കേണ്ടത് ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ ആണ്. പലപ്പോഴും പരീക്ഷകൾക്ക് ആംഗിൾ വിത്ത് ദ വെർട്ടിക്കൽ അവർ തരും, പക്ഷെ ഇവരത് വായിക്കത്തില്ല. ഇവർ തീറ്റ 45 കുഴപ്പമില്ല, ശരിയാ. തീറ്റ 60 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ആക്ച്വലി 60 ആയിരിക്കില്ല, 30 ആയിരിക്കും നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. സാധനം ഓർമ്മയുണ്ടാവും, ഒരു യു കോസ് തീറ്റ, യു സൈൻ തീറ്റ മാക്സിമം ആയിട്ടുള്ള മിസ്റ്റേക്ക് ഒരു വർഷം ഒത്തിരി കുട്ടികൾ വരുന്നത്. ഇതാണ് അത്. ഇങ്ങനെയുള്ള സില്ലി മിസ്റ്റേക്സ് വരുന്ന കുറെ ചാർട്ടുകൾ ആ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതേ പ്രശ്നം. ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ ആംഗിൾ ആണോ, പ്ലെയിൻ ഓഫ് ദി സർഫസും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ ആംഗിൾ ആണോ, അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആൻസർ മാറിപ്പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സില്ലി മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ എക്സാമും കഴിയുമ്പോൾ ചെയ്യണം. നമ്മൾ പല എക്സാമുകൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു. നമ്മുടെ ഹോസ്റ്റലിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ കറക്ഷൻസ് ഒക്കെ സ്കൂൾ ബാച്ചസിലൊക്കെ അവരെ കൊണ്ട് എക്സാമിന് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് കറക്ഷൻ ആയിട്ട് എഴുതിക്കൊണ്ടുവരാൻ പറയും. അപ്പോൾ അത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയ കാര്യം നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരും. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തെന്നല്ല ഓർമ്മ വരുന്നത്, മിസ്റ്റേക്ക് പറ്റിയത് നമുക്ക് ഈസി ആയിട്ട്. സാർ വളരെ കറക്റ്റ് ആണ്. അതായത് നമുക്ക് തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ
നമ്മൾ വീണ്ടും ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് അതെ. പിന്നെ തെറ്റത്തില്ല. അതെ. പക്ഷെ നമ്മൾ എപ്പോഴും ശരിയാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയിൽ തെറ്റിപ്പോകും. സാറിന് ഓർമ്മയുണ്ടോ ആ ഒരു 1/f നമ്മൾ ഫോക്കൽ എന്ന് പറയുന്നത് 1/f എന്ന് പറയുന്നത് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പൊ ഉടനെ തന്നെ കുട്ടി ഫോക്കൽ എന്ത് 0 വരികയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇൻഫിനിറ്റി എന്നുള്ള ആൻസർ കൊടുക്കാനായിട്ട് ഏറ്റവും പഠിക്കുന്ന കുട്ടിയാണ്. 675-80 മരിച്ച ഒരു കുട്ടിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സില്ലി മിസ്റ്റേക്സ് ഈ പഠിക്കുന്നത് ആവറേജുകാർ ശരിയാണ് 550 സ്കോർ ചെയ്യുന്ന ഇതാണ്. അവർ കുറച്ചുകൂടെ കൂടുതൽ കെയർഫുൾ ആവണം. എന്ന് വെച്ചാൽ അവർക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഇപ്പൊ ഇന്നത്തെ പരീക്ഷയ്ക്ക് അവർക്ക് 550 കിട്ടിയത്. ഇന്നത്തെ പരീക്ഷയ്ക്ക് അവർക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സും മൂവിംഗ് ചാർജസും ആയിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ മാഗ്നറ്റിസവും ആയിരിക്കും അവരുടെ ടോപ്പിക്. ഇവരിത് പഠിച്ചു 550. ഫിസിക്സ് ചിലപ്പോൾ അവർക്ക് 180-ന് 110 മാർക്കായിരിക്കും കിട്ടിയത്. അപ്പോൾ 70 ക്വസ്റ്റ്യൻ അവർക്ക് പോയി. അപ്പോൾ ഏകദേശം അവർക്ക് ഒരു 15ഓളം ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാം, അടുത്ത ദിവസം ഇവർക്ക് 550 കൊണ്ട് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. എനിക്ക് അടുത്ത പരീക്ഷ മൂവിംഗ് ചാർജും കറണ്ട് എക്സിറ്റീവുമാണ്. അന്ന് വൈകുന്നേരം രാത്രി മുതൽ അവർ അതിൻ്റെ പുറകെ പോകണം. കാരണം അടുത്ത പരീക്ഷയ്ക്ക് അവർക്ക് 650 എത്തണം അല്ലെങ്കിൽ 600 എത്തണം എന്നുള്ള ഈ 550 എന്തുകൊണ്ടായി എന്നൊരു അനാലിസിസ് അവർ നടത്തിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അവിടെ മറ്റത് പഠിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പെൻഡിങ് ആയി. ഈ മിസ്റ്റേക്ക് സ്റ്റിൽ അവിടെ എക്സിസ്റ്റ് ആണ്. ഒരു കാര്യമുള്ളത് സാറേ, ഇന്ന് 550 ഇന്നത്തെ പരീക്ഷ ഇപ്പം നമ്മൾ രാവിലെ പരീക്ഷ നടത്തി, ഞാൻ 550 കുട്ടി കിട്ടിയത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം പോയി ആ മിസ്റ്റേക്സ് എല്ലാം മനസ്സിലാക്കാനും അടുത്ത ദിവസം രാവിലെ പരീക്ഷയ്ക്ക് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ കൊടുത്താൽ 720 ഔട്ട് ഓഫ് 720 വാങ്ങാൻ അവർ കേപ്പബിൾ ആയിരിക്കണം. എന്നാലേ അതാണല്ലോ നമ്മൾ പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിഖിൽ സാറ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. ഓരോ എക്സാമും കഴിയുമ്പോൾ ആ എക്സാമിന് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഏതാണ്, എവിടെയാണ് എനിക്ക് തെറ്റിയത്, അത് മാർക്ക് ചെയ്തിട്ട് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല റിസൾട്ട്. നമ്മുടെ സ്റ്റുഡൻസ് അടുത്ത വെരി നെക്സ്റ്റ് എക്സാമിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് നമ്മളെപ്പോഴും നമ്മുടെ ഫൈനൽ എക്സാമിനെ പറ്റിയിട്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. തൊട്ടടുത്ത് വരുന്ന എക്സാം അല്ല നമുക്ക് ഇമ്പോർട്ടന്റ്, നമ്മുടെ ഫൈനൽ എക്സാം ആണ് ഇമ്പോർട്ടന്റ്. മെയ് 4 അവരുടെ പ്രധാന എക്സാം. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷന് നമുക്ക് കുറെ മിസ്റ്റേക്കുകൾ പറ്റണം സാറേ. ആ മിസ്റ്റേക്ക് ഫ്രീ ആയിട്ട് പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് നേരത്തെ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റുമ്പോഴാണല്ലോ നമ്മൾ വീണ്ടും അത് റെക്ടിഫൈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സാർ, ഇവര് എക്സാം കഴിയുമ്പോൾ മാർക്ക് നോക്കി പേരൻസ് ചിലപ്പോൾ വഴക്ക് പറയുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ അത് നോക്കരുത്. പാരന്റ്സ് ഇത് കാണണം അല്ലേ? അവര് മെയ് 4-ന് പേരൻസിന് വേണ്ടുന്ന റിസൾട്ട് അവർ വാങ്ങിച്ചു തന്നിരിക്കും. സാർ, ഞാൻ അടുത്തായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിദ്യാർത്ഥി ഏതൊരു ഫിസിക്സ് അധ്യാപകനെ കണ്ടാലും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ ഏതാണ് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്? അങ്ങനെ ഒരു നമുക്ക് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ സാറ് പറഞ്ഞ പോലെ NDA നടത്തുന്ന JEE എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് ഈ 21-ലും 22-ലും മോഷൻ പ്ലെയിനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ലായിരുന്നു. 23-ലാണ് 3 ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം 21-ലും 22-ലും മോഷൻ പ്ലെയിൻ എക്സാം ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. അപ്പൊ അന്ന് ഇതേ കണക്കൊരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു, മോഷൻ പ്ലെയിനിൽ അന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ഇത്തവണ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പക്ഷെ അന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില കുട്ടികൾ ചാപ്റ്റർ വൈസ് എടുക്കുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുത്തു, റൊട്ടേഷൻ എടുത്തു. ചില കുട്ടികൾ റേപ്റ്റിക്സ്, അതൊക്കെ ചില കുട്ടികൾ വളരെ ഭയത്തോടെ കാണുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പം ചിലരെന്ത് ചെയ്യും, ആ റേപ്റ്റിക്സ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അത് സ്കിപ്പ് ചെയ്തു പോകും. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം എനിക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഒരു ചാപ്റ്റർ ചെയ്യുന്ന ചിലപ്പം അത്യാവശ്യം നമുക്കൊരു ടഫ് ക്വസ്റ്റ്യൻ വന്നാൽ, ചിലപ്പോൾ എനിക്ക് ടഫ് എന്ന് തോന്നുന്ന ഒരു ചാപ്റ്റർ ചെയ്യുന്നതായിരിക്കും ഈസി ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെ ഒരു ബേസിക്കലി ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞ ഒരു ചാപ്റ്ററും പൂർണ്ണമായി ഒഴിവാക്കാം. ചാപ്റ്റർ മാത്രമല്ല സാറേ, ഇപ്പം ചാപ്റ്ററിന്റെ കാര്യം ടോപ്പിക്കുകളെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പോൾ ചില ചാപ്റ്ററിൽ ടോപ്പിക്സിന് എണ്ണം കുറവെന്നേ ഉള്ളൂ. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആകുമ്പോൾ ഒരു 4 ടോപ്പിക്ക് അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ചിലപ്പോൾ ഒരു 9 ടോപ്പിക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ആ ഒരു ലെന്തി കൺസിഡറേഷൻ അപ്പുറം കൂളംസ് ലോ, അതുപോലെ തന്നെ ഡൈപോള്, അതുപോലെ തന്നെ ഗോസസ് ലോ, പിന്നെ പൊട്ടൻഷ്യൽ, കപ്പാസിറ്റർ, അങ്ങനെ ആ രീതിയിൽ ഒരു സബ് ഡിവൈഡ് ചെയ്ത് വേണം ഇതിനെ ചിന്തിക്കാനായിട്ട്. ഒരിക്കലും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എല്ലാ കാര്യവും നമുക്ക് അറിയില്ലേ? ഇപ്പം ഞാൻ ആ കുട്ടി ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അറിയത്തില്ല, ഞാൻ വിളിക്കുന്നു, ഒരു കുട്ടിയോട് ചോദിക്കുന്നു, ഇപ്പോൾ ഡൈപോള് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്നു, അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എത്ര, അത് ആ കുട്ടിക്ക് അറിയാമല്ലോ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അറിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ക്യൂബിന്റെ സെന്ററിൽ ഒരു ചാർജ് വെച്ചിട്ട് അതിന്റെ ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് എത്ര, അത് ആ കുട്ടിക്ക് അറിയാലോ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് തന്നെ അറിയാം. പക്ഷെ ഇത്രയും വലിയ ചാപ്റ്റർ ഇവർ ഒരുമിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് അതിന്റെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഇവരിപ്പോൾ ഡോക്ടർ ആകുമ്പോൾ അവർക്കൊരു മേജർ സർജറി നടത്തേണ്ടി വരുന്നു. ചിലപ്പോൾ 7-8 മണിക്കൂർ നീണ്ടു നിൽക്കും. ആദ്യത്തെ അരമണിക്കൂറിനെ കുറിച്ചേ നമ്മൾ ആദ്യം ചിന്തിക്കാവും.
അങ്ങനെ അല്ലാതെ 7 മണിക്കൂർ ഞാൻ എങ്ങനെ നിൽക്കും, ഈ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനൊക്കില്ല. ഇതേപോലെയാണ് ഇവര് ഹീറ്റ് എന്ന് പറയുന്ന ആ, ചാപ്റ്റർ. heat. ഹീറ്റ് എന്ന് പറയുന്ന കേൾക്കുമ്പോഴേ പലരുടെയും ബോധം പോകും. ആക്ച്വലി അത് 3 ചാപ്റ്റേഴ്സ് ചേർന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ അത് സാറേ, ഓരോ പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വീട്ടിലെ പഠിക്കാം. പ്രശ്നം എന്ന് പറയുക, അവർക്ക് ഈ മറ്റേ മിക്സിങ്ങിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഈ മിക്സിങ് അവർക്ക് ചിലർക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അവർ മൊത്തം ചാപ്റ്ററിൽ വൈഡ് ആയിട്ട് കാണുകയാണ്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് കണ്ടക്ഷന്റെയും കൺവെക്ഷന്റെയും റേഡിയേഷന്റെയും ക്വസ്റ്റ്യൻസ് അറിയാം, തെർമോഡൈനാമിക്സിലെ എല്ലാ കാര്യങ്ങളും അറിയാം. കറണ്ട് ഇലക്ട്രിസിറ്റി അറിയെങ്കിൽ തന്നെ കണ്ടക്ഷൻ അതല്ല ഈ റേപ്റ്റിക്സ് പഠിക്കുമ്പോഴാണെങ്കിലും കുട്ടികൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ടോട്ടലായിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം സാറ് പറഞ്ഞ പോലെ നമ്മൾ ആ മിറർ മാത്രം ആദ്യം എടുക്കുക, പിന്നെ റിഫ്രാക്ഷൻ മാത്രം സെപ്പറേറ്റ് ചെയ്യുക, പ്രിസം മാത്രം എടുക്കുക. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അതുപോലെ മിറർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിററിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ലെൻസിലൊക്കെ ചെയ്യുന്നത്. അപ്പം മിററിന്റെ ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി ലെൻസ് പഠിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. അതുപോലെ സാർ വേറെ കാര്യം, എല്ലാ ടോപ്പിക്കും കഴിഞ്ഞതല്ലേ, അപ്പൊ ഇനിയിപ്പോ ഇവർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കൂളംസ് ലോ മുതൽ കപ്പാസിറ്ററിയും പഠിച്ചിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമെന്ന് നിർബന്ധമൊന്നും വേണ്ട സാറേ. സാറ് പറയുന്ന പോലെ ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് അവര് ഗോസസ് ലോ പഠിച്ചു 1 മണിക്കൂർ കൊണ്ട്, അടുത്തവര് റേ ഓപ്റ്റിക്സിൽ നിന്ന് പ്രിസം പഠിക്കട്ടെ. അപ്പം ആ ഒരു ബൾക്ക് ഫീൽ ചെയ്യില്ല. ചാപ്റ്ററിന് പ്രാധാന്യം കൊടുക്കുക, ടോപ്പിക്കിന് പ്രാധാന്യം. കണ്ടിന്യൂസ്ലി ഒരു ചാപ്റ്റർ തന്നെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ദിവസവും ഒരു ചാപ്റ്ററിനെ ഈ സെക്ഷൻ പഠിച്ച അങ്ങനെ പോവുക, ഒരു ദിവസം തന്നെ ഒരു ചാപ്റ്റർ പഠിക്കുക. നമുക്കും അങ്ങനെയാണല്ലോ സാറേ, ക്ലാസ് ഒരേ ക്ലാസ് തന്നെ എടുത്തോണ്ടിരിക്കുമ്പോഴൊരു ടെൻഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് സാറേ ഒരു ഫൈനലായിട്ട് പറയാവുന്നത് ചാപ്റ്റർ അല്ല, ടോപ്പിക്കുകൾക്കാണ് പ്രാധാന്യം. അപ്പം ഓരോ ചാപ്റ്ററിലെയും ടോപ്പിക്കിനെ സബ് ഡിവൈഡ് ചെയ്ത് അതിനെ ക്ലസ്റ്റർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഇവർക്ക് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുന്ന ചില ചാപ്റ്റേഴ്സ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അപ്പൊ അത് വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് എന്തൊക്കെ വരുമെന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക്. പിന്നെ ഡ്യുവൽ നേച്ചർ, അതിനകത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഡീപ് ബ്ലോഗ്ലി വേവ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരാൻ കൂടുതൽ സാധ്യതയും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചാപ്റ്ററുകൾ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യരുത്. സാർ ഇപ്പം നമ്മൾ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വിലയിരുത്തുവാണെങ്കിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷമാണ്, അവർ തെറ്റ് വരുത്താൻ സാധ്യത കാൽക്കുലേഷൻ മാത്രമാണ്. പക്ഷേ പ്രശ്നം വരുന്നത് ചിലപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കാം, അസേർഷൻ റീസൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മെട്രിക്സ് മാച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ആവറേജ് സ്റ്റുഡന്റ് അല്ല, ഒരു പൂർണ്ണമായും എല്ലാ സ്റ്റുഡന്റും സ്ട്രഗിൾ ചെയ്യുന്ന ഈ ഒരു കാറ്റഗറിയാണ്. ന്യൂമറിക്കലാണ് അവർ എങ്ങനെയെങ്കിലും ചെയ്ത് ഒപ്പിക്കും, തെറ്റിയ ഈ പറയുന്ന കാൽക്കുലേഷൻ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് ഓക്കെയാ. പക്ഷേ സബ്ജക്ട് വൈസ് തിയറി വെച്ചുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു വിദ്യാർത്ഥി പരാജയപ്പെടുന്നു. ശരിക്കും എവിടെയാണ് ഒരു പാളിച്ച പറ്റിയത്? സാറേ ഞങ്ങൾക്കും അതിനുള്ള പ്രശ്നം. ന്യൂമറിക്കൽസ് ഒക്കെയാണ് ഞങ്ങൾക്ക് ചെയ്യണം. ഈ കോൺസെപ്റ്റ് വരുമ്പോൾ ഫിസിക്സിലെ കോൺസെപ്റ്റിന്റെ പ്രത്യേകത അതിന്റെ മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പെട്ടെന്ന് നമ്മൾ മിസ്കോൺസെപ്റ്റിലൂടെ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ലാസ്സുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ കോൺസെപ്റ്റ് സൈഡ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതങ്ങനെ വായിച്ച് മാത്രം കാണാൻ പഠിച്ചു മാത്രമല്ല സാർ, അത് ചിന്തയിലൂടെയും കൂടെ വരുന്നതാണ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിന് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യന് പിന്നെ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും. അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയെന്ന് നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയും. അപ്പം അത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അന്ന് ഇങ്ങനെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, സാറിനെ കറക്റ്റ് ചെയ്തതാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ സാറ് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വർഷം സാർ ഓർക്കുന്നതാണ്, വാട്ട് ഈസ് സേഫ്റ്റി ഡിവൈസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്നായിരുന്നു ചോദ്യം. ഫ്യൂസ് അതിന്റെ കൂട്ടത്തിൽ ഇൻഡക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ എക്സാം എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. അപ്പൊ കുറച്ച് സ്റ്റുഡൻസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചു, ഇൻഡക്ടർ എഴുതി വെച്ചു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ടൊക്കെ എഴുതണം. പക്ഷെ എനിക്ക് തോന്നുന്നു സാറേ ക്വസ്റ്റ്യൻസിൽ മെജോറിറ്റിയും ന്യൂമറിക്കൽസ് തന്നെയായിരിക്കും. ഈ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു 45 മാക്സിമം ഒരു 10 മാക്സിമം കാണത്തുള്ളൂ. അതിൽ ചിലതൊക്കെ വളരെ ഡയറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ വെഞ്ചൂറി മീറ്ററിന്റെ പ്രിൻസിപ്പിൾ ഏതെന്നോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കുറേയൊക്കെ വരുന്നത്. ഒരു 5 ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ഇവര് ആ 5 എന്ന് പറയുന്നത് സാറേ ആ ടോപ്പേഴ്സിനെ അവർ ഫിൽട്ടർ ചെയ്യുന്നതാണ് ആ ക്വസ്റ്റ്യൻ. പിന്നെ ഈ അസേഷൻ റീസൺ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം എടുക്കുക. നമുക്ക് അറിയാവുന്നത് ഇട്ട് ക്വസ്റ്റ്യൻ വായിക്കരുത്. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് അറിയാവുന്ന കാര്യങ്ങളും കൂടെ ഇട്ടിട്ടായിരിക്കും ഞാൻ വായിക്കുന്നത്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് വായിച്ചിട്ട് എന്താണോ അവിടെ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മിക്കവാറും കുറെയൊക്കെ
കൺഫ്യൂഷൻ പിന്നെ എനിക്ക് തോന്നുന്നു ഈ അസർഷൻ റീസൺ ഈ പ്രീവിയസ് നീറ്റിനൊക്കെ ചോദിച്ചാൽ അത്ര കൺഫ്യൂസിങ് അല്ല. നമുക്ക് നമ്മുടെ ഈ അല്ലാത്ത ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂസിങ് വരുന്നത്. നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന അത്ര കൺഫ്യൂസിങ് ആക്കി അവർ ചോദിക്കത്തില്ല. അതെ, പണ്ട് ഈ എയിംസിന്റെ ഒക്കെ ആയിരുന്നു അവരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാറ്. ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ കോൺസെപ്റ്റ്സ് അറിയില്ല എന്ന് വെച്ചാൽ അറിയില്ല സാർ, കോൺസെപ്റ്റ്സ് അറിയാം സാറേ അവർക്ക്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിയാണ്, അല്പം ടിസ്റ്റ് ചെയ്തൊക്കെ ചോദിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ അതിന്റെ പ്രശ്നം ഇവർ ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കുമ്പോഴും അവരെ ശ്രദ്ധിക്കേണ്ടതാണ്. കോൺസെപ്റ്റ് കൂടി അവരതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ചില ഇക്വേഷൻ മാത്രം പഠിക്കും, അതേത് സിറ്റുവേഷൻ ആണോ ഒന്നും ശ്രദ്ധിക്കാറില്ല. അപ്പം സാറ് പറഞ്ഞ പോലെ എനിക്ക് ഒരു അഭിപ്രായമുള്ള നമ്മളൊരു ഡയഗ്രം ഒക്കെ ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ടിന്റെ കൂടുതൽ ആ ഡയഗ്രം വരച്ചിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ ആ ഡയഗ്രത്തിൽ വെച്ചിട്ട് നമുക്ക് പിക്ചർ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. ഞാൻ ഈ റേപ്റ്റിക്സ് വീണ്ടും പറയാൻ കാരണം കൂടുതലും ഞാൻ റേപ്റ്റിക്സ് എടുക്കുന്നതുകൊണ്ട് കുട്ടികൾ പലരും ഇങ്ങനെ സംശയം പറയുന്നുണ്ട്. ഈ റേപ്റ്റിക്സിന് റേ ഡയഗ്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സൈൻ കൺവെൻഷൻ തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്ന് തോന്നുന്നു. സാർ, ഇപ്പം വിദ്യാർത്ഥികളെ ഒന്ന് സംസാരിക്കുവാണെങ്കിൽ അവർ പല അഭിപ്രായമുള്ളവരാണ്. ചിലർ പറയും ഞാൻ തിയറി മുഴുവൻ പഠിച്ചതിന് ശേഷമേ പ്രോബ്ലം ചെയ്യും. ചിലൊരു കാറ്റഗറി ഉണ്ട്, ചിലർ പറയും ഇനി തിയറി ഒന്നും പഠിക്കാനുള്ള സമയമില്ല, ഞാൻ അതുകൊണ്ട് മാക്സിമം പ്രോബ്ലം ചെയ്ത് പ്രോബ്ലം സ്ട്രോങ് ആയ രക്ഷപ്പെട്ടു. ഇനിയൊരു കാറ്റഗറി ഉണ്ട്, തിയറി പഠിക്കണോ പ്രോബ്ലം പഠിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ. സാർ ശരിക്കും ഏതാ ശരി? സാർ, ഇതിന്റെ ഒരു ഫിസിക്സിലെ ശരിക്കുള്ള രീതി, ഫിസിക്സ് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് കോൺസെപ്റ്റ് ദെൻ പ്രോബ്ലം. ഫിസിക്സ് അല്ല, ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കാര്യങ്ങൾ അറിയാതെ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയാലും നമുക്ക് മിസ്റ്റേക്സ് പറ്റും. പിന്നെ ഈ ഫിസിക്സിലൊക്കെ എല്ലാത്തിലും സാറേ ഈ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ലോകത്ത് വളരെ കുറവാണ്. 1-2 പേരൊക്കെ കാണത്തുള്ളൂ. ബാക്കി എല്ലാവരും എന്താണ്, അറിവുകളുടെ എക്സ്പീരിയൻസിനെ യൂട്ടിലൈസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നേരത്തെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് പരീക്ഷയ്ക്ക് വന്ന് നമ്മൾ സ്പീഡിൽ അത് ആൻസർ ചെയ്യും. ഇന്നലെ സാർ പറ്റിയ ഒരു അന്ന എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു ജെഇമെയിൻ്റെ വീഡിയോയിൽ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു, മാത്സൊക്കെ എല്ലാം ചെയ്ത് പഠിച്ചതായിരുന്നു, അതുകൊണ്ട് ഒരിടത്ത് സ്റ്റക്കായില്ല. അതാണ് സാറേ ഇതിൻ്റെ വിജയം. അതായത് ഫെമിലിയാരിറ്റി ക്രിയേഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇപ്പൊ കോൺസെപ്റ്റ് ഒക്കെ ഓൾറെഡി അവർ കുറെ പഠിച്ചതാണ്. ഇനി ആദ്യമേ പഠിച്ചു വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് പിന്നെ പ്രോബ്ലം ചെയ്യുന്നതാണ്. ഇനിയുള്ള 100 ഡേയ്സിൽ കോൺസെപ്റ്റ് പഠിച്ച് വീണ്ടും പ്രോബ്ലം നോക്കാനുള്ള ടൈം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിയല്ല, ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ എനിക്ക് ആ കൺസെപ്റ്റൽ മിസ്റ്റേക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എവിടെ സ്റ്റക്ക് ആവും, അല്ലെങ്കിൽ ആൻസർ തെറ്റും. ആ സമയത്ത് ഞാൻ എവിടെയാണ് എനിക്ക് കിട്ടാത്തത്, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ആ കോൺസെപ്റ്റ് ഒന്നുകൂടെ മനസ്സിലാക്കണം. പിന്നെ അഥവാ നമ്മൾ ഏതെങ്കിലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചില കുട്ടികളൊക്കെ നമ്മുടെ ഇവിടുത്തെ എക്സാം നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പഠിച്ച് തീരാത്ത സമയത്ത് ഞാൻ ഇന്ന പോർഷൻ പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നോട്ട് ചെയ്തിട്ട് വെച്ചിട്ട് കാണും. അപ്പോൾ അടുത്ത മോഡൽ എക്സാമുകളൊക്കെ വരുമ്പം അങ്ങനെയുള്ള പോർഷൻസ് റെഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു. സാർ, ഇനിയാണ് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, വിദ്യാർത്ഥികളും NCERT എന്നുള്ളത്. ഇപ്പം +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മജോറിറ്റി വിദ്യാർത്ഥികളും NCERT കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. ഒരുപക്ഷെ ബ്രില്യൻറ്റിൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ NCERT ടെക്സ്റ്റുകൾ വായിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇനിയുള്ളൊരു 100 ദിവസം നോക്കുമ്പോൾ NCERT എല്ലാം ഒന്ന് വായിക്കുന്നത് എത്രമാത്രം യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ചില ചാപ്റ്റേഴ്സിൽ NCERT വായിക്കുന്നത് ഹൈലി യൂസ്ഫുൾ ആണ് എന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? ഇനി എനിക്ക് തോന്നുന്നു ഈ നമ്മൾ കംപ്ലീറ്റ് NCERT ടെക്സ്റ്റ് ഇനി വായിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം സാറ് പറഞ്ഞ പോലെ നമ്മുടെ തിയറി പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിയറി അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ NCERT ടെക്സ്റ്റ് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ നോളജ് കുറവാണെങ്കിൽ റെഫർ ചെയ്യാം. പിന്നെ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ NCERT ടെക്സ്റ്റിലുള്ള അതേ സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡറിലാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, അപ്പം അങ്ങനെയുള്ള തിയറി പോർഷൻസ് നമുക്ക് വേണമെങ്കിൽ സമ്മറൈസ് ചെയ്ത് കിടക്കുന്ന പോയിന്റ്സ് എല്ലാ ചാപ്റ്ററിലെയും എന്തായാലും വായിച്ചു. NCERT ആണ് വായിക്കുന്നത്. അപ്പൊ പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു സാറേ, നമ്മൾ ഇടയ്ക്ക് റിവൈസ് ചെയ്ത ഒരു NCERT ടെക്സ്റ്റിലെ കുറച്ച് പോർഷൻ കട്ട് ചെയ്തു, പിന്നെ വീണ്ടും അടുത്ത റിവൈസിൽ കുറച്ചുകൂടെ റീ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിച്ചില്ലെങ്കിലും അതിന്റെ ഹെഡിങ് എങ്കിലും ഒന്ന് നോക്കണം, ഇന്ന പോർഷൻസ് ഞാൻ വിട്ടിട്ടുണ്ടോ. ഇപ്പം പോയിസോൺസ് റേഷ്യോ നമുക്ക് സിലബസിൽ പറയുന്നില്ല, പക്ഷെ NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓടിച്ചൊന്ന് നോക്കിയേക്കണം തീർച്ചയായിട്ടും. പിന്നെ ചില സ്റ്റുഡൻസ് ഉണ്ട് സാറേ ഈ NCERTയുടെ ഓരോ ലൈൻ ബൈ ലൈൻ ഇരുന്ന് പഠിക്കാൻ. പക്ഷെ ഫിസിക്സിൽ എനിക്ക് തോന്നുന്നത് അത് ബയോളജിയിലൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ ആപ്ലിക്കബിൾ.
ഫിസിക്സില് സാറ് പറഞ്ഞാൽ സമ്മറി വായിക്കണം. ലാസ്റ്റുള്ള സമ്മറി എന്തായാലും എനിക്കൊന്ന് ഡേൾ നേച്ചറിൽ കഴിഞ്ഞ ചോദിച്ച ക്വസ്റ്റ്യൻ ആ സമ്മറിയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊരു കോൺട്രവേഴ്സൽ ആണ്, എന്താണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല സാറേ, അതുപോലെ തോന്നുന്നു ഈ നമ്മൾ തന്നെയാണെങ്കിൽ സാറേ ഇപ്പം എക്സാക്ട്ലി സെന്റൻസ് ഇടാനാണെങ്കിലേ നമ്മൾ സമ്മറി ആയിരിക്കും നോക്കുക, ഇടയ്ക്ക് വായിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു സാർ ഇപ്പം പുതിയ എൻസാറ്റെക്സിൽ ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇപ്പം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു അവർ റിമൂവ് ചെയ്യും. നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ സമയം കിട്ടുന്നതനുസരിച്ച് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസും പിന്നെ സോൾവഡ് എക്സാമ്പിളും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് സാറേ ക്വസ്റ്റ്യൻ്റെ കാര്യം സാറ് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അതായത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന സമയം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ചില കുട്ടികളുണ്ട്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവർക്ക് കിട്ടിയില്ല, ആ ക്വസ്റ്റ്യനുമായിട്ട് അവർ ഈ സ്റ്റാഫ് റൂമുകളെല്ലാം നടന്ന് ഒത്തിരി ടൈം അങ്ങ് കളയും. അപ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 2 ദിവസം കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ആ കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് എങ്ങനെയാണ് സാറേ, ഈ ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് നോക്കുന്ന പരിപാടി അത്ര ഒരു എഫക്റ്റീവ് അല്ല. ഇവരിപ്പോൾ സാറ് പറഞ്ഞ റേ ഓപ്റ്റിക്സിൽ ഇപ്പോൾ റിഫ്ലക്ഷൻ എന്നൊരു ടോപ്പിക് എടുത്തു. ഇപ്പോൾ റിഫ്ലക്ഷൻ ഇക്വേഷൻസ് ഒക്കെ അവർക്ക് അറിയാം. വേണമെങ്കിൽ ക്ലാസ്സിനോട്ടൊക്കെ ഒന്ന് 10 മിനിറ്റ് കൊണ്ട് ഓടിച്ച് ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇവർക്ക് ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ അല്ലാതെ കിട്ടുന്ന ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അതിനകത്ത് ഈ റിഫ്ലക്ഷൻ എന്നുള്ള 10 ക്വസ്റ്റ്യൻ അവർക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഗ്രൂപ്പായിട്ട് 10 ക്വസ്റ്റ്യൻ ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് ആ 10 ക്വസ്റ്റ്യൻ അവർ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അവർക്ക് ചെയ്തു, കിട്ടിയില്ല, പിന്നെ അതിൻ്റെ പുറകെ നടക്കാതെ 2ാമത്തെ ക്വസ്റ്റ്യൻ അവർ ചെയ്യാൻ നോക്കണം. ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതും കിട്ടിയില്ലെങ്കിൽ പോട്ടെ, 3ാമത്തെ ക്വസ്റ്റ്യൻ അവർ നോക്കണം. അങ്ങനെ 10 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അവർക്ക് അതിൽ 5 ക്വസ്റ്റ്യനെങ്കിലും മിനിമം കിട്ടും. പിന്നെ ഈ 5 വിട്ടില്ലേ സാറേ, ഇവർക്ക് 5 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഇല്ല. ആ കോൺഫിഡൻസ് വെച്ചിട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇവർ അടുത്തൊന്നും കൂടിയാ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ചിലപ്പം ചെയ്യാം. പിന്നെ 2 ക്വസ്റ്റ്യനെ അവർക്ക് ബാക്കി കാണും. 8 ക്വസ്റ്റ്യനും ചെയ്ത ആത്മവിശ്വാസത്തിൽ ടീച്ചറിൻ്റെ അടുത്ത് വരുന്നതും ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് കിട്ടാത്ത ആത്മവിശ്വാസത്തിൽ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കാൻ വരുന്നതും രണ്ടും 2 ഡിഫറെന്റ് മൂഡാണ്. ഇവരുടെ ഫൈനൽ എക്സാമിലും സാറ് പറഞ്ഞ മെത്തേഡായിരിക്കും നല്ലത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക, ആ ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആയിട്ടിരിക്കും. പ്രിപ്പറേഷനിൽ അവർ ആ ക്ലസ്റ്റർ ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 വേണ്ട, അവർ ആദ്യം 5 മതി, പിന്നെ അത് 10 ആയിട്ട് കൂട്ടാം. കാരണം പരീക്ഷയ്ക്ക് ഇവർ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അറിയത്തില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ പറ്റുമോ, അല്ലാതെ അവർക്ക് അതിൽ ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഗ്രൂപ്പായിട്ട് തന്നെ ക്വസ്റ്റ്യൻസിനെ കണ്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ അത് അവർക്ക് കുറെ കൂടെ എഫക്റ്റീവ്. അതേപോലെ ചില സാറേ നമ്മൾ പലപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ വായിക്കും, ഇക്വേഷൻ എഴുതും, അതെനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അത് പ്രധാനപ്പെട്ട കാര്യമാണ് സാർ പറയുന്നത്. അപ്പം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആൻസർ ഓപ്ഷൻ നോക്കി എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. സാർ ഈ അന്നയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ അപ്പോൾ അത് മൊത്തം കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് നോക്കിയത് കൊണ്ടാണ് മാത്സിന്റെ ക്വസ്റ്റ്യൻ അല്പം ലെങ്തി ആണെങ്കിലും ചെയ്യാൻ പറ്റിയെന്നാണ് സാർ പറഞ്ഞത്. വളരെ വാല്യൂബിൾ പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഓരോ സാറേ ഫൈനൽ പരീക്ഷയ്ക്ക് അത് ചെയ്ത് മാർക്ക് ചെയ്യണ്ടേ? ഈ സമയമൊക്കെ അവർക്ക് അതിനെ അവിടെ കണ്ടെത്തണം. അപ്പം അത് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻസർ നോക്കി നമ്മുടെ 4 ചോയ്സിൽ ആ ആൻസർ ആണ് കറക്റ്റ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുത്ത് ചെയ്യാവും. അത് സാർ പറഞ്ഞ വളരെ വാല്യൂ പോയിന്റ് ആണ്. സാർ ഞാൻ അതുകൊണ്ട് കണക്ട് ചെയ്ത് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വിദ്യാർത്ഥികൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഏത് ബുക്ക് തിരഞ്ഞെടുക്കണമെന്നാണ് അവരുടെ സംശയം. ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സൈഡിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി ചില മെറ്റീരിയൽ, അതായത് ഓരോ പബ്ലിഷേഴ്സിനും ഓരോ സ്ട്രാറ്റജിയാണ്. ചിലർ വിചാരിക്കും ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യൻസ് നോക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചിലർ കട്ടി ക്വസ്റ്റ്യൻ ചെയ്താലേ കോൺഫിഡൻ്റ് ആവുന്ന വരുന്നവരുണ്ട്, ചിലർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം. ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ സ്ട്രാറ്റജി, പബ്ലിഷേഴ്സിന് അവരുടെ സ്ട്രാറ്റജി. ശരിക്കും സാർ പ്രീവിയസ് ഇയറിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം ഒരു വിദ്യാർത്ഥി? സാർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ അടുത്ത JEE ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പം ഞാൻ കണ്ടത് വെച്ചിട്ട് ആ JEE നമ്മൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 75% ക്വസ്റ്റ്യൻസും നമുക്ക് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതല്ല, നമ്മൾ മനസ്സിലാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു JEE സെഷൻ 1 ചോദിച്ചത് തന്നെയാണ് ഉച്ചക്കത്തെ സെഷൻ. ജസ്റ്റ് ഡേറ്റ് ഒക്കെ മാറ്റി തന്നെ ചോദിച്ചിട്ടുണ്ട്. അതേ മോഡൽ തന്നെയാണ്. നമ്മുടെ ഒരു ഡിസ്കിന്റെ ആദ്യം ഒരു നടുക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ കുറച്ച് അപ്പുറത്ത് കട്ട് ചെയ്യുന്നത്. ഇതിനെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ അതിന്റെ പ്രയോജനം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് സാറേ ഏത് ചെയ്യുന്ന പ്രയോജനമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലെന്ന് കൂടി നമുക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിക്കവാറും കംപ്ലീറ്റഡ് ആണ്. കുട്ടികൾ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവർക്ക് പുതിയ ക്വസ്റ്റ്യൻസിലാണ് താല്പര്യം. എന്ന് വെച്ചാൽ ഇനി ചില കുട്ടികളെ സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് JEE ബുക്കുകൾ എടുത്ത് ടഫായിട്ട് ചെയ്ത് പഠിക്കും. അത് മണ്ടത്തരമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർക്ക് അത്രയും JEE സാറേ 1 മണിക്കൂർ കൊണ്ട് 25 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇവർക്ക് 1 മണിക്കൂർ കൊണ്ട് 60 ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ 1 മിനിറ്റിന് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇവരുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ JEE ചെയ്ത് പഠിക്കുന്നത് ഇപ്പോഴത്തെ JEE അത്ര അങ്ങ് ഒരുപാട് ഉയർന്ന നിലവാരത്തിൽ ചോദിക്കുന്നില്ലെങ്കിലും
നമുക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അത് രണ്ട് പരീക്ഷയായിട്ടല്ലേ നടത്തുന്നത്. അപ്പം അതെ. അവർ അതിനെ വേറെ രീതിയിലായിരിക്കാം NT അതിനെ ഡീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ സിമ്പിളായ GMAIN ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല നല്ലതായിരിക്കും. സാർ. ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ഒരു നഷ്ടമായിട്ട് കരുതരുത്. നഷ്ടമല്ല. കാരണം ചിലപ്പോൾ പകുതി ആയിരിക്കും, അതെ. അതിന്റെ പകുതി ഭാഗം അവർക്ക് പ്രയോജനപ്പെട്ടേക്കും. അതുകൊണ്ട് അതുപോലെ ചിലർ ഈ സാറ് പറഞ്ഞ പോലെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ തന്നെ എടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഒഴിവാക്കിയിട്ട് കൂടുതൽ നമ്പർ ഓഫ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് സിമ്പിൾ ആണ്, ആവറേജ് ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണമെന്ന് തോന്നുന്നു. ഈ ഗെയിമിന്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ നീറ്റ് ലെവലിന്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചിലർ ആ ക്വസ്റ്റ്യൻ വെച്ച് കുറേ സമയം കളയാറുണ്ട്. അപ്പൊ അതിന് ഒഴിവാക്കിയിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ നമ്മൾ ഏത് ഗൈഡാണോ യൂസ് ചെയ്യുന്നത് അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ റയോപ്റ്റിക്സ് എടുത്തിട്ട് റിഫ്ലക്ഷന്റെ ഒരു ടെക്സ്റ്റ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻ ചെയ്തു, വേറൊരു ടെക്സ്റ്റ് എടുത്തിട്ട് റിഫ്ലക്ഷൻ തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ ഏത് ടെക്സ്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ആ സമയം കിട്ടണമെന്നില്ല. അതിന്റെ ഒരു മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ചില ടോപ്പിക് ഒക്കെ സ്കിപ്പ് ചെയ്തു പോകും. കാരണം ഫസ്റ്റ് ബുക്കിൽ നിന്നും സെക്കൻഡ് ബുക്കിൽ നിന്നും തീർച്ചയായിട്ടും നോക്കുന്ന ടോപ്പിക്ക് ചിലപ്പോൾ ഒരേ ടോപ്പിക് ആയിരിക്കും. അപ്പൊ കുറെ ടോപ്പിക്ക് ചിലപ്പോൾ മിസ്സാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി ബുക്കിന്റെ പുറകെ നിങ്ങൾ പോവാതിരിക്കുക, മിനിമം ബുക്കുകൾ യൂസ് ചെയ്യുക, അത് മാക്സിമം. ശരിക്കും ഒരു ബുക്ക് നന്നായിട്ട് എടുത്താൽ സാറേ, ഒരു വർഷം ഈ ടോപ്പിൽ വന്ന ഒരു കുട്ടി പറഞ്ഞ ഒരു കാര്യം, ആ കുട്ടി വേറെ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച നോട്ട്, നമ്മുടെ ഇവിടുത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, അത് ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു നോക്കി, അത് മാത്രമേ ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ശ്രദ്ധിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് നല്ല സ്കോർ കിട്ടാൻ സഹായിക്കും. സാർ, ഇതോടെ ഞാൻ കണക്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഒത്തിരി ബുക്കുകൾ എടുക്കുന്നതിൽ ഒരു പല പബ്ലിഷേഴ്സിനെയും ഒരു 70-80% ക്വസ്റ്റ്യൻസ് സെയിം അല്ലേ? അപ്പൊ പിന്നെ ഒത്തിരി ബുക്ക് എടുക്കുന്നതിൽ ഒരു ബുക്ക് മതി സാർ. ഒരു ബുക്കിന്റെ ഒരു ബുക്ക് അത് അവർക്ക് പേരുകൾ അറിയാം, നമ്മളെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മളൊരു ഒരിക്കലും ബുക്കിന്റെ പേര് പറയത്തില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റിന് ഇഷ്ടപ്പെടുന്ന ബുക്ക് അടുത്ത സ്റ്റുഡന്റിന് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ കളറൊക്കെ നിങ്ങൾ ഒരു ലൈബ്രറി പോയി നിങ്ങൾ വായിച്ചു നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സാർ പറഞ്ഞ 75-80% കണ്ടന്റ് സെയിം ആണ്. ഏത് ബുക്ക് എടുക്കുന്നു എന്നുള്ള ഒരു വലിയ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. സാറേ, ഞാൻ ഇനി ഒരു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലുള്ള വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതായത് നമ്മുടെ ടോപ്പിക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റഡ് ആയി ജനുവരി മുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സമയം മുതൽ നമ്മൾ ഷെഡ്യൂൾ എക്സാമുകളിലേക്ക് കിടക്കുകയാണ്. ഒരു 3 ദിവസം ഒരു 4 ദിവസമാണ് പൂർണ്ണമായിട്ടും പഠിച്ചു തീരുക എന്ന് പറയുന്നത് ഒരു ആവറേജ് സ്റ്റുഡന്റിനോ ഒരു പക്ഷേ ഒരു എബോ ആവറേജ് സ്റ്റുഡന്റിനോ ഒരു പ്രാക്ടിക്കലി നടപടിയുള്ള കാര്യമല്ല. അപ്പൊ ഇനിയുള്ള സമയം, അതായത് ഒരു നീറ്റ് എക്സാം വരെയുള്ള സമയം എങ്ങനെ ഒന്ന് ഫിസിക്സ് പഠിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി രൂപീകരിച്ചാൽ ഒരു എഫക്റ്റീവായിട്ട് ഈ ഷെഡ്യൂൾ എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും? സാർ, അത് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കാര്യം, ഇന്നൊരു പരീക്ഷ നടത്തിയാൽ അടുത്ത പരീക്ഷയിലേക്ക് പോകുന്നതിന് മുമ്പ്, പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് അവർ ഫുള്ള് സോൾവ് ചെയ്ത് അടുത്ത ദിവസം ആ പരീക്ഷ നടത്തിയാൽ 720 വാങ്ങാൻ പറ്റും എന്നൊരു മെന്റൽ സ്റ്റാറ്റസ് അവർ എത്തിക്കണം. അത് പ്രധാനമാണ്. അതുകൊണ്ട് ഇന്നത്തെ രാവിലെയാണ് നമ്മൾ പരീക്ഷ നടത്തുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ അവർക്ക് അന്നത്തെ മിസ്റ്റേക്കുകളെ ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അടുത്ത ദിവസം മുതൽ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതി. പിന്നെ അടുത്ത ദിവസം തന്നെ സാറേ, ഇപ്പോൾ അടുത്ത കറണ്ട് ലെക്സിറ്റിയിലാണ് വരുന്നതെങ്കിൽ ഈ കറണ്ട് ലെക്സിറ്റിയിൽ അവർക്ക് എല്ലാ ടോപ്പിക്കും റിവൈസ് ചെയ്യേണ്ടി വരില്ലായിരിക്കാം. കുറേയൊക്കെ അവർക്ക് അറിയാമായിരിക്കും. ഇപ്പം ബീസ്റ്റോൺ പിടിച്ച് അവർക്ക് അറിയാമായിരിക്കും, മീറ്റർ പിടിച്ച് അവർക്ക് അറിയാമായിരിക്കും. അവർക്ക് സംശയമുള്ള ചില മേഖലകൾ മാത്രം അവർ ആ സമയത്ത് ഫോക്കസ് ചെയ്തിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവർക്ക് ഒരു 5 ടോപ്പിക്ക് പെൻഡിങ് ഉണ്ടെന്ന് വിചാരിക്കുക കറണ്ട് ലെക്സിറ്റിയിൽ. ഒരുപക്ഷെ ഇവരുടെ ടൈം ഷെഡ്യൂളിൽ അവർക്ക് 3 ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എങ്കിൽ ആ 2 ടോപ്പിക്ക് അവിടെ കിടക്കട്ടെ. കാരണം നമുക്ക് അത് കഴിഞ്ഞ് വീണ്ടും യൂണിറ്റ് കമ്പൈൻഡും ടോട്ടലും ഒക്കെ വരുന്നുണ്ടല്ലോ. അതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇത് എടുക്കാം നമുക്ക്. പിന്നെ ഇടയ്ക്ക് അങ്ങനെ കിട്ടുന്ന ലക്ഷം ടൈമോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതൊന്നും സാറേ വളരെ ബുദ്ധിപരമായി വിനിയോഗിക്കണം ഓരോ കുട്ടി. ഇപ്പോൾ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന പരീക്ഷ ഇപ്പോൾ അവർക്ക് മോഡേൺ ഫിസിക്സ് ആണെന്ന് വിചാരിക്കുക, അവർക്ക് അത് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ബയോളജി അവർക്ക് നന്നായിട്ട് അറിയാം. ആ സമയത്ത് വേണമെങ്കിൽ സാറേ അവർക്ക് ചിലപ്പോൾ അത് 3 ദിവസം വേണ്ടി വരില്ല, അത് റിവൈസ് ചെയ്യാൻ 2 ദിവസം മതി. എങ്കിൽ ആ ഒരു ദിവസം അവർക്ക് മിച്ചം കിട്ടില്ല. ആ സമയത്ത് നേരത്തെയുള്ള പെൻഡിങ് അവർക്ക് അത് ഓരോ കുട്ടിയും അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അത് വയസ്സായിട്ട് ഉപയോഗിക്കണം. അത് ഇനി അഥവാ അവർക്ക് അതിനൊരു സംശയം ഉണ്ടെങ്കിൽ അവരൊരു ടീച്ചറിനെയോ സാറിനെയോ കണ്ട് അത് കൺസൾട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മെന്റേഴ്സിന് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജനറലി ഒരു സ്ട്രാറ്റജി അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തമായിട്ട് പറയാനൊക്കെ നമുക്ക്. അതല്ല അതിൻ്റെ ഒരു. അതേപോലെ ചെല്ലെ സാറ് പറഞ്ഞ പോലെ ഈ നമ്മുടെ നോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കോ എടുത്ത് തിയറിയും ഇക്വേഷൻസും വീണ്ടും വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഒഴിവാക്കുക. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഇനിയുള്ള സമയം നമ്മൾ കംപ്ലീറ്റ് തിയറി പഠിച്ചിട്ട് വായിച്ചിട്ട് നമുക്ക് എക്സാം എഴുതാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതിന് കാര്യമില്ല സാറേ. അവർക്ക് സാറേ ഒരു ടോപ്പിക്കിൽ
അവർ 80% കവേർഡ് ആണ് സാർ, കവേർഡ് ആണ്. 20% അവർക്ക് പെൻഡിങ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവര് മിക്കവരും ഫോർമുല ബുക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ളതായിരിക്കും. അതൊക്കെ വായിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു 80% പോർഷൻ അവരുടെ മൈൻഡിലേക്ക് തിരിച്ചു വരും. നമ്മുടെ ടോപ്പേഴ്സ്, ഏത് ടോപ്പേഴ്സ് എടുത്താലും അവരുടെ കയ്യിൽ ഒരു ഫോർമുല ബുക്ക് ഉണ്ട്. അവർ പറയുന്നത് അത് വായിക്കുമ്പോൾ തന്നെ അവർക്ക് ആ നോട്ടിൽ ആ സാധനങ്ങൾക്ക് എവിടെ കിടക്കുന്നു എന്ന് അവർക്ക് കൃത്യമായി റൂമിലെ ഭിത്തിയിലൊക്കെ കളർഫുൾ ആയിട്ടൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എത്രമാത്രം പഠിച്ചു എന്നതിനേക്കാൾ പലപ്പോഴും യൂസ്ഫുൾ ആകുന്നത് എത്രമാത്രം ഡേറ്റ എക്സാമിന് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നീറ്റ് എക്സാമിന് 1 മാസം അവശേഷിക്കുന്ന ഒരു സമയമുണ്ട്, അതുപോലെ തന്നെ 1 ആഴ്ച അവശേഷിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയം എങ്ങനെ വിദ്യാർത്ഥി പ്രിപ്പയർ ചെയ്താലാണ് ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും പറയുന്ന കാര്യമാണ്, എക്സാമിൻ്റെ സമയത്ത് അവർക്ക് എല്ലാം എഴുതാൻ പറ്റില്ല, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം എഴുതാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കുന്ന വളരെ കാമായിട്ടാണ്, ആ സമയം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ പ്രശ്നം, ആ ഒരു ടൈമിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ ലാസ്റ്റ് 1 മന്തിൽ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ മാക്സിമം ഫാസ്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഇരുന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഇപ്പം ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റൊക്കെ എടുക്കുമായിരിക്കും, ഇത്തിരി അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണെങ്കിൽ. അത് ഇപ്പം അടുത്ത മാസം ആകുമ്പോൾ അതൊരു 4 മിനിറ്റിലേക്കോ 3.5 മിനിറ്റിലേക്കോ, അതായത് ലാസ്റ്റ് മന്ത് ആകുമ്പം ഒരു 1 മിനിറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു 10 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ടൈം മാനേജ്മെൻറ്റിലാണ് ലാസ്റ്റ് 1 മന്ത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങളൊരു വേണമെങ്കിൽ ഒരു നീറ്റിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിട്ട് ഇത്ര സമയം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നു, എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് വരിക. അതൊക്കെ ലാസ്റ്റ് മന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സാർ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു മാർച്ച് 31 ആകുമ്പോഴേ എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് പെൻഡിങ് ടോപ്പിക്സും ഒക്കെ. ഈ ലാസ്റ്റ് ഒരു മന്തിലുള്ള സ്ട്രാറ്റജി നമ്മൾ ശരിക്കും തയ്യാറാക്കേണ്ടത് ഈ ഫെബ്രുവരിയിലും മാർച്ചിലും കൂടെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ടോപ്പിക് അവർക്ക് അറിയാം, അവർക്ക് അതിൻ്റെ ഷോർട്ട് നോട്ട്സ് അവരുടേതായ രീതി കാണും, അവർക്കും പല രീതികളാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നടന്ന പരീക്ഷകൾ അല്ലെങ്കിൽ അവർ പുതുതായിട്ട് എവിടെയെങ്കിലും കാണുന്ന ചില പരീക്ഷകൾ അങ്ങനെയൊക്കെ വരുന്ന ചില പുതിയ ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ അവർ ഇതുവരെ കാണാത്ത ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് അവർക്ക് ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് മന്തിലേക്ക് അത് നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അത്തരം ക്വസ്റ്റ്യൻസ് അവരെന്ത് ചെയ്യണം, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ചും ഫിസിക്സ്. പക്ഷേ ബയോളജിയിലും കെമിസ്ട്രിയിലും അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ തോന്നലാണ്. ഏതായാലും അങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ എന്താണ്, ലാസ്റ്റ് 1 മാസം ഈ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് റിവൈസ് ചെയ്യാൻ വേണം. പിന്നെ അതേസമയം നേരത്തെ നല്ല ഫെമിലിയാരിറ്റിയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഒരു കല്ല് താഴേക്ക് ഇട്ടു, എത്ര ടൈം കൊണ്ട് ഗ്രൗണ്ട് എത്തി, വീണ്ടും ചെയ്ത് അവർക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് ആൾറെഡി തന്നെ അവരതിലേക്ക് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് കിട്ടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഇവർ ആ മാർച്ച് 31 എന്നുള്ള ഒരു ഡേറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കുറച്ച് റെക്കോർഡ് അവർക്ക് ഉണ്ടാവണം. ആ റെക്കോർഡുകൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ പരീക്ഷകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ നീറ്റിൻ്റെ പഴയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാറ് പറഞ്ഞതുപോലെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ്, അതായത് ഇപ്പോൾ നമുക്കൊരു ക്ലസ്റ്റർ ഓഫ് 45 ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ അതിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കണം. അത് നമ്മുടെ പരീക്ഷകൾ അങ്ങനെയാണ് നമ്മുടെ. അപ്പോൾ അതിനകത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 10 സെക്കൻഡ് കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 15-30 സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ, 2 മിനിറ്റ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ്, ഈ 2 മിനിറ്റൊക്കെ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും അവർക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ലാസ്റ്റ് ഒരു വീക്കിലേക്ക് അവർ മാറ്റി വെക്കണം. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്താണ് നമ്മുടെ സെൻട്രോമാസിൻ്റെ ഷിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ സിൽവറിങ് ഓഫ് ലെൻസോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്താലേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ചിലപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവരെന്ത് ചെയ്യണം, ആ ലാസ്റ്റ് ഒരു വീക്കിൽ വീണ്ടും ചെയ്ത് നോക്കുന്ന രീതിയിൽ. അതായത് ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ സാറേ ഓർമ്മയുണ്ട്, 2 വർഷം മുമ്പ് നമ്മുടെ ഒരു ലെൻസും അതിൻ്റെ പുറകിൽ ഒരു പ്ലെയിൻ മിററും വെച്ചിട്ട് ഫൈനൽ ഇമേജ് 3 സ്റ്റേജ് വെച്ച് ചെയ്യുന്നത്. അപ്പം അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾക്ക് പോലും ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യില്ലെങ്കിൽ ടീച്ചേഴ്സിന് പോലും ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിലും റിയലൈസ് ചെയ്യുകയും നോട്ട് ചെയ്ത് റെക്കോർഡാക്കുകയും, ഈ റെക്കോർഡാക്കുക വളരെ പ്രധാനമാണ് സാറേ. കാരണം അത് നമുക്കെപ്പോഴും റെക്കോർഡ് നമ്മുടെ കയ്യിൽ വേണം, അല്ലാതെ വെറുതെ നമുക്ക് എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. എപ്പോഴും ചോദിക്കില്ല, പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ റെക്കോർഡിംഗ് നമ്മുടെ കയ്യിലുണ്ട്, മറന്നു പോകും. അപ്പൊ അത് ലാസ്റ്റ് ഒരു വീക്കിൽ അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് 50 to 100 ക്വസ്റ്റ്യൻസ് അത് കാണത്തുള്ളൂ മാക്സിമം. അതും കൂടെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഓൾറെഡി അവർക്ക് ഈസി ക്വസ്റ്റ്യൻസ് അറിയാം, ആവറേജ് ക്വസ്റ്റ്യൻസ് അറിയാം, എബോ ആവറേജ് അവർ പ്രാക്ടീസ് ചെയ്താക്കിയിട്ടുണ്ട്. പിന്നെ വരുന്ന ഈ അല്പം ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ലാസ്റ്റ് ഒരു വീക്കിലേക്ക് ഇവർക്ക് അതെല്ലാം ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും. ആ സമയത്ത് ലാസ്റ്റ് വീക്കിൽ പിന്നെ നമുക്ക് നേരിട്ട് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവർ അതിനനുസരിച്ച് അവർ മാനേജ് ചെയ്യണം. എങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞത്, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇവർ
ലാസ്റ്റ് ഒരു മന്തിന്റെയും ലാസ്റ്റ് ഒരു വീക്കിന്റെയും സ്ട്രാറ്റജി. ഈ ലാസ്റ്റ് ഒരു വീക്കിന്റെ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ ലാസ്റ്റ് ഒരു മന്തിലെ പ്രിപ്പറേഷൻ കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതിനകത്ത് കിട്ടുന്ന ചില പുതിയ ക്വസ്റ്റ്യൻസ്. അപ്പം അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇവർ ചെയ്യാമെങ്കിൽ അവർക്ക് ആ ഫൈനൽ പരീക്ഷ ഡേറ്റിൽ സാറ് പറയുന്ന പോലെ ഒട്ടും തന്നെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാം. അതെ അതെ, ഇപ്പം സാറ് പറഞ്ഞതുപോലെ ലാസ്റ്റ് പ്രിപ്പറേഷന് മുൻപുള്ള ഒരുക്കം നമ്മൾ നന്നായിട്ട് നടത്താന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ, മോഡൽ എക്സാം, നമ്മുടെ സീരീസോ മോഡൽ എക്സാമുകൾ വരും. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് എക്സാമിന് ചിലപ്പോൾ നമ്മൾ 500 കിട്ടി, അടുത്തൊരു 550 കിട്ടി, ചിലപ്പം വീണ്ടും നമുക്ക് അടുത്ത എക്സാമിൽ മാർക്ക് കുറയാം. അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, ആബ്സെൻ്റ് ആകാൻ തുടങ്ങും. അപ്പോൾ റെഗുലർ ആയിട്ട് മാർക്ക് കൂടിയാലും മാർക്ക് കുറഞ്ഞാലും എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നത് അത് ശ്രദ്ധിക്കുക. പിന്നെ സാർ ഇപ്പം പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഒബ്ജക്റ്റ് എച്ച് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. നമുക്കൊരു നമ്മുടെ മോഡൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു ബലൂൺ മുകളിലേക്ക് പോകുന്നു, അപ്പോൾ ആ മൂവിങ് ബലൂണിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ പല കുട്ടികളും ആൻ ഒബ്ജക്റ്റ് ഈസ് ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ് എച്ച്, വാട്ട് ഈസ് ടൈം ടേക്കൺ ടു റീച്ച് ഗ്രൗണ്ട്, അവരുടെ മനസ്സിൽ കിടക്കുന്ന ഉത്തരം √2h/g ചെയ്യുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യനോട് വന്ന് ചോദിച്ചു, സാറേ ഈ ടൈം കാണാൻ വേണ്ടിയിട്ട് ഞാൻ പല ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, അപ്പം ഞാൻ ഇതിൽ ഓരോ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഓപ്ഷനുള്ള എല്ലാ ആൻസറും കിട്ടുന്നു. അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലർ എന്ത് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ, ഒബ്ജക്റ്റ് ഈസ് ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ്, വാട്ട് ഈസ് എ ടൈം, അത് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷെ അതിന് മുൻപ് എന്തുണ്ട്, ബലൂൺ റെസ്റ്റിലാണോ, ബലൂൺ മുകളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു, ബിൽഡിംഗ് ആണോ, അങ്ങനെയുള്ള കണ്ടീഷൻസും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ ആ കണ്ടീഷൻസും കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ശീലിക്കുമ്പോഴാണ് അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആദ്യം സില്ലി മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഫുള്ളി വായിക്കാതെ എടുക്കുന്ന ചില ഡിസിഷൻസ്. അത് പക്ഷേ ഭയങ്കര ഒരു എന്താ പറയുന്നത്, അത് കുട്ടികളെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും ഡേഞ്ചറസ്. അതേപോലെ നമ്മൾ ഈ ഒരു വർഷം നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ 3 സർക്കുലർ റിങ്ങുകളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പം അതേ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ മെറ്റീരിയൽ അതേ വർഷം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ ഡിസ്ക് ആണെങ്കിൽ എക്സാമിന് ചോദിച്ച റിംഗ് ആണ്. ചില എന്ത് ചെയ്തു, ഡയഗ്രാം കണ്ടു, ക്വസ്റ്റ്യൻ വായിച്ചില്ല, എഴുതി വെച്ചു. അപ്പൊ അതേപോലെ ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സാറേ, ഈ റിപ്പീറ്റേഴ്സ് അങ്ങനെയുള്ള കുട്ടികൾ വരുന്ന മിസ്റ്റേക്ക് ഒന്നിതാണ്. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കണ്ട് ശീലിക്കുമ്പോൾ നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാൻ പഠിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചിലപ്പം ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കണം. എല്ലാത്തിനും ഈക്വൽ പ്രാധാന്യം, എല്ലാ ക്വസ്റ്റ്യനും ഈസി സിമ്പിൾ അങ്ങനെയൊന്നും ഇല്ല. നമ്മളൊന്നിനും പ്രജുഡിസ്ഡ് ആവരുത് ഒന്നിനെ കുറിച്ച്. നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ അതിന്റെ മെറിറ്റ് അത് തരുന്നത് 4 മാർക്കാണ്, ഹാർഡ് ക്വസ്റ്റ്യൻ തരുന്നത് 4 മാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വേറെ നമ്മൾ ഡോക്ടർ ആകുമ്പോഴും നമ്മുടെ അടുത്ത് പനിയായിട്ട് ഒരാൾ വന്നാലും ഇനി അയാൾക്ക് വലിയൊരു അസുഖമായിട്ട് വന്നാലും നമ്മൾ രണ്ടുപേരും ഒരേപോലെ തന്നെ ഡീൽ ചെയ്യേണ്ടത്. അതൊരു പ്രധാന. നമ്മൾ അങ്ങനെയുള്ള സ്ഥലം പഠിക്കുന്ന കുട്ടിയൊന്നും പഠിക്കാത്ത കുട്ടിയൊന്നും ടീച്ചേഴ്സിനൊരു വ്യത്യാസമില്ല. എല്ലാവരെയും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ്. കാരണം എല്ലാവരും പഠിച്ചു കഴിയുന്ന സമയത്ത് അവസാനം എല്ലാവരും ഈക്വൽ ആവും. എനിക്ക് തോന്നുന്നു ചില കുട്ടിക്ക് ഈ ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുകൊണ്ട് അവര് അത് സോൾവ് ചെയ്യാൻ വേണ്ടി. അത് സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. നമ്മുടെ ഒരു കഴിഞ്ഞ 3 വർഷം IIT റിപ്പീറ്റ് ചെയ്യാവുന്നൊരു പയ്യനുണ്ട്. അവന് ജസ്റ്റ് ഒരു 10 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് അതിന് 9 വർഷം അഡ്വാൻസ് ക്ലിയർ ആയും IIT കിട്ടിയത്. അപ്പോൾ അവന് വളരെ അഭിമാനത്തോടെ പറയുന്നത്, റൊട്ടേഷൻ്റെ ഒരു ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തു. പക്ഷെ ആ സമയത്ത് അത് ചെയ്യാൻ എനിക്ക് 1/2 മണിക്കൂർ. ആ സമയത്ത് എന്ത് ചെയ്തു, അവസാനം മറ്റേ ഒപ്റ്റിക്സ് ചെയ്യുന്നേക്കാളും മെട്രിക്സ് മാച്ചിന്റെ ഒക്കെ 8 മാർക്കിനെ കണ്ട സിമ്പിൾ ക്വസ്റ്റ്യൻ വെറുതെ വായിച്ച് ഇങ്ങനെ എഴുതാവുന്ന, അതവൻ കണ്ടില്ല. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ NCERT അതേ എക്സാമ്പിൾ. അതെ, അങ്ങനെയൊക്കെ ഉള്ള ചില, അത് സാർ പറയുന്നത് ചിലരുടെ ഈ ഒരു ഈഗോ ഇല്ലേ, അങ്ങനെ ഈഗോ ഒന്നും വേണ്ട. അത് കാര്യമൊന്നുമില്ല. എല്ലാ ക്വസ്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. എല്ലാ ക്വസ്റ്റിനും 4 മാർക്കാണ്. 4 മാർക്കാണ് അത്രേ ഉള്ളൂ. എല്ലാം എഴുതിയാലും 4 മാർക്ക് തന്നെ കിട്ടും. അതൊരു അതുപോലെ ചെയ്ത് ശീലിക്കുമ്പോഴും ചിലർക്ക് വാശിയുണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അത് കുറച്ചുകൂടി എളുപ്പത്തിൽ അടുത്ത മെത്തേഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ അടുത്ത മെത്തേഡ്, അങ്ങനെ മെത്തേഡുകൾ തപ്പി പോകുന്ന ആൾക്കാരുണ്ട്. അത് സാർ അതൊക്കെ പറയുമ്പോഴേ ചില കുട്ടികൾ ചില ക്വസ്റ്റ്യൻ ആയിട്ട്, സാറേ 4 ദിവസം ഇതിന്റെ പുറകെ നടക്കുക, ഇതുവരെ എനിക്ക് കിട്ടിയില്ല, വാങ്ങി നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ തെറ്റാ. അപ്പൊ 4 ദിവസം അവന്റെ പോവുകയും ചെയ്തു, അതുകൊണ്ട് അവന് പ്രയോജനമുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ സാറ് വിട്ടു. അത് ഇപ്പൊ എല്ലാവരും 720 ഔട്ട് ഓഫ് 720 ഒന്നും മേടിക്കത്തില്ല. 700 650 എബോ ഒക്കെ ആയാലും ഉറപ്പായിട്ട് കിട്ടുമല്ലോ. അത് സാർ നമ്മുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇത്രയും പരീക്ഷ എഴുതിയ കുട്ടിക്ക് 650 എന്ന് പറയുന്നത് ഒരു ഗെറ്റബിൾ, ഒരു സ്കോറബിൾ ടോട്ടലാണ്. അത് അവരുടെ ആ ഒരു കഴിവിനോട് ജെന്യൂനിറ്റി കാണിച്ചാൽ മാത്രം മതി. കൂടുതൽ അതെ അത്രയും. പിന്നെ എനിക്ക് നമുക്ക് നമ്മളിലുള്ള വിശ്വാസം, കോൺഫിഡൻസ് വളർത്തിയെടുക്കാന്നുള്ളത്. കാരണം പലപ്പോഴും ഈ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ വെളിയിൽ ഇറങ്ങുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു. അപ്പം എന്നിലുള്ള ഒരു വിശ്വാസം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളത് മാറ്റിയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് വളരെ ശരിയാണ് സാറേ. കാരണം അയ്യോ ഞാൻ ഇങ്ങനെ ചികിത്സിച്ചിരുന്ന ആ രോഗി ചത്തുപോകില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഡോക്ടറൊക്കെ ഒന്നും ഒട്ടും പറയാൻ പറ്റുന്ന കാര്യമല്ല. അതെ അതെ അതെ.
അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് പെർഫോമൻസ് ആണ്, വേണ്ട സമയത്ത് പെർഫോം ചെയ്യുന്നതാണ് സാറേ. നമ്മളെല്ലാം വിശ്വസിച്ചിട്ട് പഠിക്കുക, നമുക്ക് എക്സാം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക, അത് അങ്ങനെ പോവുക. ഏതൊരു വിദ്യാർത്ഥിയുടെയും പേടി സ്വപ്നം തന്നെയാണ് ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഒരുപക്ഷെ ഒരു ആവറേജ് വിദ്യാർത്ഥിക്ക് MBBS സീറ്റ് കിട്ടുമോ എന്ന് തീരുമാനിക്കുന്നത് ഫിസിക്സ് ആണ്. ഒരു ഏറ്റവും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് എയിംസ് കിട്ടുമോ AFMC കിട്ടുമോ എന്ന് തീരുമാനിക്കുന്നത് ഫിസിക്സ് തന്നെയാണ്, ഒരു ഫിസിക്സ് അധ്യാപകന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പൂർണ്ണമായി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫിസിക്സിന് തന്നെയാണ്. അതുപോലെ തന്നെ എങ്ങനെ ഫിസിക്സ് പഠിക്കണം, ഏതൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ബ്രില്യൻ്റിലെ അതിപ്രഗത്ഭരായ അധ്യാപകർ നമ്മോട് പറഞ്ഞു തന്നു. ചന്ദലാൽ സാർ 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ജോബിൻ സാനനി സാർ 15 വർഷത്തിലധികം, ഉല്ലാസ് സാർ 10 വർഷത്തിലധികം ഈ ഒരു ഇൻഡസ്ട്രിയിലെ ടോപ്പ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തത്. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.